അനുഗ്രഹ കടാശങ്ങളും മതസൗഹാർദ്ദ സന്ദേശവും നൽകാൻ വിഷ്ണുമൂർത്തി തെയ്യം ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളി. കാസർഗോഡ് പെരുമ്പട്ട പാടാർ കുളങ്ങര ക്ഷേത്രം കളിയാട്ടത്തിലാണ് തെയ്യം പള്ളിയിലെത്തി മുസ്ലിം സഹോദരങ്ങൾക്ക് ദർശനം നൽകിയത്. 400 വർഷങ്ങൾക്കപ്പുറമുള്ള വിശ്വാസ പാരമ്പര്യത്തിന് നാട് സാക്ഷിയായി. വാദ്യമേളങ്ങളോടെ ആയിരങ്ങളായ ഭക്തരുടെ സാന്നിധ്യത്തിലാണ് വിഷ്ണുമൂർത്തി തെയ്യം ചീമേനി പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പെരുമ്പട്ട ജുമാ മസ്ജിദിലേക്ക് എഴുന്നള്ളിയത്. 4 നൂറ്റാണ്ടിലേറെ കാലമായുള്ള അനുഷ്ഠാന പാരമ്പര്യവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതാണ് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ ജുമാ മസ്ജിദ് സന്ദർശനം. വിശ്വാസങ്ങൾക്കൊപ്പം മതസൗഹാർദ്ദം ഉറപ്പാക്കുന്ന അപൂർവ ചടങ്ങിന് നാടൊന്നടങ്കം സാക്ഷികളായി. മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാര സങ്കല്പമാണ് വിഷ്ണുമൂർത്തി തെയ്യം. വാദ്യമേളങ്ങളോടെ തെയ്യം ജുമാ മസ്ജിദിൽ പ്രവേശിച്ചപ്പോൾ മസ്ജിദും പരിസരവും ഹരിഗോവിന്ദ വിളികളാൽ മുഖരിതമായി. ഈ ശേഷം ഐശ്വര്യവും കൂടിക്കാഴ്ചകളും വേണ്ടി നിരന്തരം പ്രയത്നിച്ച് നായാട്ടും കാർഷിക വൃത്തിയും നിലകൊണ്ട പഴയകാലത്ത് തുടങ്ങിയ മതസാഹോദര്യ ബന്ധവും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന വിഷ്ണുമൂർത്തിയുടെ അനുഗ്രഹ ദർശനങ്ങൾ മസ്ജിദിനുണ്ടെന്ന പ്രദേശവാസികളുടെ ഉറച്ച വിശ്വാസവും ഈ അപൂർവ ചടങ്ങിന് അടിസ്ഥാനമാണ്. തെയ്യം പൊതുവെ സൗഹാർദ്ദം നിലനിർത്താനും പിന്നെ നമ്മുടെ തന്നെ 5 നമസ്കാരങ്ങളുടെ പേര് പറഞ്ഞിട്ട് അത് നിലനിർത്തണം, പരസ്പര സൗഹാർദ്ദം നിലനിർത്തണം. പിന്നെ ഓരോ ഉപദേശങ്ങൾ പൊതുവെ എല്ലാം മനുഷ്യരായാലും മറ്റു മൃഗങ്ങളും എന്തായാലും അവർക്കൊക്കെ ഓരോരോ ഭാഗങ്ങളിൽ വിഷമുണ്ട്, പക്ഷെ മനുഷ്യന് എല്ലായിടത്തുമാണ് വിഷം എന്ന് വളരെ അർത്ഥവത്തായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് തെയ്യം തിരിഞ്ഞു പോകുന്നത്. അനുഗ്രഹമൊഴിയും തേങ്ങയും നൽകി തെയ്യം പള്ളിയിൽ തടിച്ചുകൂടിയവരെ അനുഗ്രഹിച്ചപ്പോൾ സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിയുയർന്നു. തുടർന്ന് 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഭഗവാന്റെ തെയ്യക്കോലം ക്ഷേത്രത്തിലേക്ക് മടങ്ങി. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.